അസ്സലാമലൈക്കും ഗൈസ്. അങ്ങനെ റമദാൻ 10 നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് നോമ്പ് കഴിയുന്നത്. അപ്പോൾ റമദാൻ 10ൻ്റെ വെറൈറ്റി ഐറ്റങ്ങളായി കാണുന്നത് അധികമൊന്നും ഇല്ലെങ്കിലും ഇല്ലയിലെ വെറൈറ്റിയാണ്. അപ്പോൾ നമുക്കെന്നെല്ലാം കാണാം. ആദ്യം നമ്മൾ ഈത്തപ്പഴം കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെ കുരു മാത്രമേ ഉള്ളൂ. ബാങ്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ബാങ്ക് കൊടുത്ത് ഈത്തപ്പഴം കഴിച്ച് കുറച്ച് വെള്ളം കുടിച്ച്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓരോന്ന് കാണാം. ആദ്യം നമ്മൾ എന്താ ചെയ്തത്, നമ്മളെ ഈത്തപ്പഴം കഴിച്ചിട്ടാക്കണം. പാക്കറ്റിൽ ഒരു ഇത് ഹോട്ടലിൽ നിന്ന് വന്നാണ്. ഒന്നെടുത്തു, ഇനി ഒരു 5 ഉണ്ട്. അപ്പോൾ ഈ ചോറ് വന്നത് ഹോട്ടലിൽ നിന്ന് കേട്ടോ. നമ്മളിവിടെ എപ്പോഴും നോമ്പിനൊക്കെ ഫ്രീ ആയി കിട്ടുന്ന ഹോട്ടലിൽ നിന്നാണ് ഈ ചോറ് കിട്ടിയത്. 2 ചോറും ജ്യൂസും പിന്നെ വെള്ളം. അപ്പോൾ നമുക്കിന്ന് ആദ്യം ഓരോന്ന് കാണാം. ആദ്യം നമുക്ക് പിന്നെ ഇത് കിട്ടും ജ്യൂസ്. ഇത് മിക്സ്ഡ് ജ്യൂസ് ആട്ടോ, എല്ലാം ഉണ്ട് ഇതിൽ. പഴമുണ്ട്, ആപ്പിളുണ്ട്, ഓറഞ്ച് ഉണ്ട്, മുസമ്പി ഉണ്ട്, പിന്നെ കെവി ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് ഈ ജ്യൂസിൽ. മിക്സിംഗ് ആണ് ജ്യൂസ്. പിന്നെ നമുക്ക് അടുത്ത് വന്നിട്ട് നമ്മളെ ചായ, കട്ടൻ ചായ കേട്ടോ ഇത്. പിന്നെ വെള്ളം 2 കുപ്പി വെള്ളമുണ്ട്, അത് ഹോട്ടലിൽ നിന്ന് കിട്ടിയാണ്. പിന്നെ ചോറ് 2 അത് ഹോട്ടലിൽ നിന്നാണ്. ജ്യൂസൊക്കെ പിന്നെ വലിച്ചു കുടിക്കാൻ സ്ട്രോ ഉണ്ട്. പിന്നെ നമുക്ക് ചോറ് ഇതാട്ടോ, അൽഫാമാണ്. ഈ ചോറ് അൽഫാമാണ് കേട്ടോ, അടിപൊളി നമ്മളെ നാട്ടിൽ കിട്ടുന്ന അൽഫാം. പിന്നെ ഇത് വന്നിട്ട് ഷവായ എന്ന് പറയും. ചോറ് രണ്ടും ഒന്ന് തന്നെ, പക്ഷേ ഇറച്ചിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇതൊരു പീസാണ്, ലെഗ് പീസ്, ഒരു ചെറിയ ഇറച്ചി പീസ്. പക്ഷെ ഇത് ഒരു കോയിൻ്റെ ഹാഫ് അൽഫാം അറിയുന്നത് സംഭവം. ഇതല്ലല്ലോ കേട്ടോ, വേറെ ഒന്നും ഇതിന് മസാല ഒന്നും ഇല്ല. നമ്മളിങ്ങനെ തന്നെ ഇവിടെ ഫുഡ് ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ തിന്നുക ചോറ്, ഇറച്ചിൻ്റെ ഒപ്പം ചോറ് ഇങ്ങനെ കൂട്ടി തിന്നുക. വേറെ പിന്നെ ഐറ്റംസ് ഒന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ, അൽഫാം ഇങ്ങനെ തന്നെ കഴിക്കുക. പിന്നെ സ്പെഷ്യൽ തൊട്ടതാ നമ്മളെ ഇതുണ്ട് കേട്ടോ, സമൂസ. 4 സമൂസ, അടിപൊളി സമൂസ, ഭയങ്കര ടേസ്റ്റാണ് ഈ 4 നാലല്ല, സമൂസ ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ 4 അപ്പോൾ ഇതാണ് നമ്മളെ റമദാൻ 10ൻ്റെ വിശേഷം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പ്രവാസികളെ പിന്നെ നോമ്പ് തുറയാണിത്. അപ്പോൾ വീണ്ടും നാളെ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാം.